നമസ്കാരം, നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. ഓണം നിറവിന്റെ കൂടി ആഘോഷമാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കാനാണ് മലയാളിയുടെ ഉത്രാടപ്പാച്ചിൽ. സമൃദ്ധിയുടെ ഉത്സവം, സന്തോഷത്തിന്റെ ഉത്സവം, ഒത്തുചേരലിന്റെ ആഘോഷം എല്ലാം പാരമ്യത്തിലെത്തുന്നത് തിരുവോണത്തിന്. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള പാച്ചിലിലാണ് ഉത്രാടത്തിന്. വിപണികൾക്കും ഉത്സവം പുത്തനുടുപ്പും പച്ചക്കറികളും പഴങ്ങളും പൂക്കളും പല വ്യഞ്ജനവുമെല്ലാം വാങ്ങി അറ നിറയ്ക്കാനും മലയാളി എത്രയെല്ലാം ഒരുക്കങ്ങളായാലും ഉത്രാടത്തിന് മലയാളിക്ക് തിരക്കാണ്. അവസാന വട്ടത്തെ കുറവുകൾ നികത്താനുള്ള നെട്ടോട്ടം. അവനവന്റെ കഴിവിനനുസരിച്ച് എല്ലാം വാങ്ങാനുള്ള ഓട്ടത്തിൽ ചെറുകിട കച്ചവടക്കാർക്ക് മുമ്പിൽ വൻകിടക്കാർക്ക് വരെ കൈയും മനസ്സും നിറയും. ഓൺലൈനിലും കച്ചവടം തകൃതിയാണെങ്കിലും കടകളിൽ പോയി തിക്കിത്തിരക്കി കണ്ട് തൊട്ടുനോക്കി വാങ്ങുന്നതിൻ്റെ ത്രില്ലൊന്നും അതിനില്ല. ഉത്രാടം ഉറക്കമില്ലാത്ത ദിവസം കൂടിയാണ്. വീട്ടുകാരെല്ലാം ഒത്തുചേർന്ന് കായ വറുക്കലും അച്ചാർ ഉണ്ടാക്കലും ഇന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഏത്തക്കായ്ക്കുല നിർബന്ധം. ഉത്രാടത്തിന് തുടങ്ങുന്ന ആഘോഷത്തിന് തിരുവോണവും കഴിഞ്ഞ് മൂന്നാം ഓണത്തിന് കൊടിയിറങ്ങും. ഗ്രാമമായാലും നഗരമായാലും ഓണം മലയാളിക്ക് സമ്പദ് സമൃദ്ധിയുടെ ഒത്തുചേരലിൻ്റെ ഒരാഘോഷം തന്നെയാണ്. കൂറ്റനാട് സെന്ററിന് സമീപം ഇരുചക്ര വാഹന യാത്രക്കാരനെ സ്വകാര്യ ബസ് ജീവനക്കാർ കയ്യേറ്റം ചെയ്തതായി പരാതി. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ് ജീവനക്കാരാണ് ഇരുചക്ര വാഹന യാത്രക്കാരനെ ബസ്സിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് മർദ്ദിച്ചത്. എടപ്പാൾ സ്വദേശി സ്വാലിഹിനാണ് മർദ്ദനമേറ്റത്. സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായും വസ്ത്രങ്ങൾ വലിച്ചു കീറിയതായും സ്വാലിഹ് പറഞ്ഞു. നവീകരണം നടക്കുന്ന കൂറ്റനാട് പട്ടാമ്പി പാതയിൽ വാവന്നൂരിനടുത്ത് വെച്ചായിരുന്നു സംഭവം. നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ 2 ഭാഗങ്ങളും അഴുക്കുചാലിനായി കീറിയിട്ടിരിക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ വഴി കടന്നുപോകുന്നത്. കുഴികളും ചെളിയും വെള്ളക്കെട്ടും നിറഞ്ഞതോടെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇരുചക്ര വാഹനങ്ങൾക്ക് വശം ചേർന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ് ജീവനക്കാർ ഇരുചക്ര വാഹന യാത്രക്കാരെ തടഞ്ഞുവെക്കുകയും ഭീഷണിപ്പെടുത്തുകയും ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ഉണ്ടായതെന്ന് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരും പറഞ്ഞു. ഇവനാ വണ്ടിയുടെ സൈഡിൽ നിന്ന് കയറി അവിടെ മുന്നേ വരെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നു നമുക്കറിയില്ല. മുന്നിൽ കയറി ഇവന് വണ്ടി സ്ലിപ്പായിട്ട് വണ്ടി ചെരിഞ്ഞു പോയി. ഇവനോട് വീഴുന്നു പറഞ്ഞാണ്. വണ്ടി ബസ് തൊട്ട ബാക്കിലാ തൊട്ട ബാക്കിലാ. അവനെ ഇറങ്ങിയിട്ട് ഇവന് ഡ്രൈവറോട് എന്താ ചോദിച്ചിരുന്നു. അപ്പോഴത്തേന് കണ്ടക്ടർ വന്നിട്ട് ഇവനെ കണ്ടക്ടർ ആരോ കണ്ടക്ടർ ആൾ വന്നിട്ട് ഇവനെ ഒന്ന് അടിച്ചു. എന്നിട്ട് പിന്നെ ആ മാളിനെ എടുക്കുമ്പോൾ വണ്ടി കയറ്റി വെച്ചിട്ട് എന്നോട് സംസാരം നടന്നിരുന്നു. പോകാൻ ഞാൻ പിന്നെ വണ്ടി എടുത്ത് പോകണ്ട ഈ മാളിന്റെ മുന്നിൽ ബൈക്ക് തടഞ്ഞു നിർത്തി തന്നെ മർദ്ദിച്ച ശേഷം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പൂർണ്ണമായും വലിച്ചു കീറുകയും ചെയ്തുവെന്നാണ് എടപ്പാൾ സ്വദേശിയായ സ്വാലിഹ് നാട്ടുകാരോടും പോലീസുകാരോടും പറഞ്ഞത്. ബസ് കൂറ്റനാട് എത്തിയപ്പോൾ യാത്രക്കാരുൾപ്പെടെയുള്ളവരും നാട്ടുകാരും ചേർന്ന് ജീവനക്കാരുടെ സമീപനം ശരിയല്ലെന്ന് പറഞ്ഞതോടെ കീറിയ വസ്ത്രങ്ങൾക്ക് പകരമായി ജീവനക്കാർ 500 രൂപ മർദ്ദനമേറ്റ സ്വാലിഹിന് നിർബന്ധപൂർവ്വം നൽകുകയും ചെയ്തതായി സ്വാലിഹ് പറഞ്ഞു. സംഭവം അറിഞ്ഞെത്തിയ മാധ്യമപ്രവർത്തകരാണ് ചാലിശ്ശേരി പോലീസിനെ വിവരമറിയിച്ചത്. സ്വാലിഹിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. ചങ്ങരംകുളം മാന്തടത്ത് വാഹനം മാറ്റുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ കാർ യാത്രികനെ മർദ്ദിച്ചതായി പരാതി. ഒതളൂർ സ്വദേശി സാദിഖാണ് സംഭവത്തിൽ ചങ്ങരംകുളം പോലീസിന് പരാതി നൽകിയത്. ഞായറാഴ്ച രാത്രി 8ഓടെ കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ മേലെ മാന്തടത്ത് റോഡരികിലെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ വാഹനം നിർത്തിയതായിരുന്നു സാദിഖും കുടുംബവും. ഇതിനിടെ ചായക്കടയുടെ അരികിലൂടെയുള്ള റോഡിൽ നിന്ന് വന്ന ബൈക്ക് യാത്രികനാണ് കാർ റോഡിൽ നിർത്തിയതിനെ ചൊല്ലി സാദിഖുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത്. വാക്കുതർക്കത്തിനിടെ ബൈക്കിലെത്തിയ യുവാവും പുറകിലെത്തിയ ഓട്ടോ ഡ്രൈവറും ചേർന്ന് തന്നെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് സാദിഖിന്റെ പരാതി. പരിക്കേറ്റ സാദിഖ് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. സാദിഖിന്റെ ഭാര്യയെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ ചങ്ങരംകുളം പോലീസിന് ലഭിച്ച പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് റബി ഉൽ അവൽ 12. ലോകമാകെ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ പ്രവാചകന്റെ തിരുജനനം ആഘോഷിക്കുന്ന നബിദിനം.
മാനവികതയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ലോകത്തിന് പകർന്നേകിയ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനം അഥവാ മിലാദു ഉൻ നബി ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിക്കുന്നത്. ഹിജ്റ കലണ്ടർ പ്രകാരം റബീഉൽ അവൽ 12-ന് സുബഹിയോടടുത്ത സമയത്താണ് പ്രവാചകന്റെ ജനനം. മസ്ജിദുകളിലും മദ്രസകളിലും പ്രവാചക കീർത്തനങ്ങൾ, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. പ്രവാചകന്റെ ജീവചരിത്രത്തെക്കുറിച്ചും അധ്യാപനങ്ങളെക്കുറിച്ചുമുള്ള പ്രഭാഷണങ്ങളും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. കൊടിതോരണങ്ങളാൽ അലങ്കരിച്ചും മസ്ജിദുകൾ ദീപാലങ്കൃതമാക്കിയും ഈ മാസത്തോട് ആദരവ് പ്രകടിപ്പിക്കാറുണ്ട്. ഇന്നേ ദിവസം പുലർച്ചെ പള്ളികളിൽ പ്രത്യേക മൗലീദുകളും പ്രാർത്ഥനകളും നടത്താറുണ്ട്. തെരുവുകളിലൂടെ കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന മനോഹരമായ മീലാദ് റാലികളും റാലിക്ക് അകമ്പടിയായി ഇസ്ലാമിക കലാപരിപാടികളും അരങ്ങേറുന്നു. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നബിദിനത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. പ്രവാചകന്റെ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ പകർത്തുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിക്കാറുണ്ട്. മനസ്സുകളിൽ നന്മയും സാഹോദര്യവും വളർത്താനും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാനും നബിദിനാഘോഷങ്ങൾ പ്രചോദനമാകുന്നു. മന്നലാകുന്ന് പള്ളിയിൽ പുലർച്ചെ 4 മണിക്ക് മഹല്ല് ഖത്തീബ് മൻസൂർ അലി ദാരിമിയുടെ നേതൃത്വത്തിൽ മൗലിദ് സദസ്സുണ്ടായി. വിശ്വാസികളായ മഹല്ല് നിവാസികൾ പങ്കെടുത്തു. തുടർന്ന് വിവിധ മദ്രസകളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അരങ്ങേറി. മഴ നബിദിന റാലിക്ക് മാറ്റുകുറച്ചെങ്കിലും മദ്രസ കുരുന്നുകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഫ്ലവർ ഷോ, ദഫ്മുട്ട്, സ്കൗട്ട് തുടങ്ങിയവയുടെ അകമ്പടിയോടെ ആയിരുന്നു നബിദിന റാലി നടത്തിയത്. വിവിധ മദ്രസകളിലെ അധ്യാപകരും മഹല്ല് ഖത്തീബുമാരും നബിദിന സന്ദേശങ്ങൾ നൽകി. ലോകത്ത് സമാധാനവും ശാന്തിയും ആവശ്യമായ ഒരു സന്ദർഭത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും ശാന്തിദൂതന്മാർ ദൈവനിയോഗം നടത്തുന്നതാണ്. എൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അല്ലാഹു നിയോഗിച്ചത്. അവിടെ നിന്ന് നൽകിയ സന്ദേശവും അവിടെ നിന്ന് നൽകിയ ആ ഉപദേശങ്ങളും ഇന്നും ലോകത്ത് വളരെ ആവശ്യമായ ഒന്നായി നിലനിൽക്കുകയാണ്. ആ സന്ദേശം ലോകത്ത് മുഴുവനും എത്തുകയും അതുവഴി എല്ലാ മനുഷ്യർക്കും നന്മ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം എങ്ങും വർണ്ണാഭമായി. പട്ടാമ്പി ഏരിയ മിലാദ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗണിൽ മിലാദ് റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷമാണ് നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത്. പട്ടാമ്പി ഏരിയ മിലാദ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ടൗണിൽ ഏരിയ തല മിലാദ് റാലി ഒരുക്കി. 10ഓളം മദ്രസകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും റാലിയിൽ അണിനിരന്നു. ടൗണിൽ നിന്നും ആരംഭിച്ച റാലി മേലെ പട്ടാമ്പിയിൽ സമാപിച്ചു. ബാൻഡ് വാദ്യവും ദഫ്മുട്ട് ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും നബിദിന റാലിയിൽ അണിനിരന്നു. പട്ടാമ്പി മഹൽ ഖത്തീബ് സെയ്ദ് അലി ഫൈസി, SKJM ജില്ലാ ജനറൽ സെക്രട്ടറി TK മുഹമ്മദ് കുട്ടി ഫൈസി കരുവാൻപടി, ആലിക്കൽ അബൂട്ടി ഹാജി, ET സൈനുദ്ദീൻ, KSA തങ്ങൾ, പാലത്തിങ്ങൽ ഉമ്മർ, ETA റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് പട്ടാമ്പി മത്സ്യ മാർക്കറ്റ് പരിസരത്ത് റാലി സമാപിച്ചു. സമാപന സംഗമത്തിൽ പട്ടാമ്പി മഹൽ ഖത്തീബ് മിലാദ് സന്ദേശം കൈമാറി.
ആശീർവദിച്ചാലും അനുമോദിച്ചാലും പ്രിയമുള്ളവരെ, രാമകടലാസ് മഞ്ഞുകളുടെ പുലർക്കാലങ്ങളിൽ ഐശ്വര്യങ്ങളുടെ മഞ്ഞുക്ക് കടലാധ്യാനത്തിന്റെ കൈപ്പൊഴുത്തി അവർ നമ്മെ മനോഹരമായി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഈ മാർക്കറ്റിൽ എല്ലാ സഹോദരന്മാരും, അതിൽ മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, ഒരുപാട് ആളുകൾ, ഉള്ളവനും ഇല്ലാത്തവനുമുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് അവിടുത്തോടുള്ള സ്നേഹം പ്രകടമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഒരുമിച്ച് കൂടിയതും നടന്നതും റാലി നടത്തിയതുമൊക്കെ. നമുക്ക് രാവിലെ സമയത്ത് ഒരു ചെറിയ ഒരു വിഷമവും പ്രയാസം തോന്നിയെങ്കിലും അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് മഴയൊന്ന് മാറ്റി നിർത്തി നമ്മൾക്ക് സൗകര്യമില്ലെന്ന് ലംഘൽഹന്തോ. വാർത്തകളുടെ തിരക്കുകൾക്കിടയിലും സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഓർമ്മകൾ പങ്കുവച്ച് കൂറ്റനാട് പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകർ ഓണം ആഘോഷിച്ചു. ഓണക്കോടി അണിഞ്ഞെത്തിയ അംഗങ്ങൾ ഒരുമിച്ചൊരുക്കിയ മനോഹരമായ പൂക്കളത്തോടെയാണ് ആഘോഷത്തിന് തുടക്കമായത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി മൂസ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗം TVM അലി മുഖ്യാതിഥിയായി ഓണസന്ദേശം നൽകി. തുടർന്നരങ്ങേറിയ ഓണക്കളികൾ ആഘോഷത്തിന് ചിരിയുടെ നിറം പകർന്നു. ബലൂൺ ഉപയോഗിച്ച ഗ്ലാസ് നിറയ്ക്കൽ, കണ്ണുകെട്ടി മിഠായി ഗ്ലാസിൽ നിറയ്ക്കൽ, സ്പൂൺ റേസ് തുടങ്ങിയ മത്സരങ്ങളിൽ അംഗങ്ങൾ ആവേശത്തോടെ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് ഓണക്കോടിയും മറ്റ് സമ്മാനങ്ങളും നൽകി. തുടർന്ന് എല്ലാവരും ചേർന്ന് ഓണപ്പാട്ടുകൾ പാടി ആഘോഷത്തിന് കൂടുതൽ മിഴിവേകി. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. പ്രസ് ക്ലബ് ഭാരവാഹികളായ സി മൂസ പെരിങ്ങോട്, TVM അലി, CK ഉണ്ണികൃഷ്ണൻ, ഇസ്മായിൽ പെരുമണ്ണൂർ, AC ഗീവർ ചാലിശ്ശേരി, KG സണ്ണി, അൻവർ കുടലൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പതിറ്റാണ്ടുകളോളം ഒരു നാടിന് തണലേകിയ ആൽമര മുത്തശ്ശി ഓർമ്മയായി. ചാലിശ്ശേരി പെരുമണ്ണൂർ കൊട്ടക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനത്തെ ഭീമൻ ആൽമരം ചൊവ്വാഴ്ച പുലർച്ചെയാണ് കടപുഴകി വീണത്. നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഭീമൻ ആൽമരം കടപുഴകി വീണെങ്കിലും ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടാകാതിരുന്നത് വലിയ ആശ്വാസമായി. സാധാരണ ദിവസങ്ങളിൽ നിരവധി നാട്ടുകാർ വിശ്രമിക്കുന്ന ആൽത്തറയിലും വാഹനങ്ങൾ നിർത്തിയിടുന്ന ഭാഗത്തും മരം വീഴുമ്പോൾ ആളുകളില്ലാതിരുന്നതാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. ഒരു വർഷം മുമ്പ് മരത്തിന്റെ വലിയൊരു കൊമ്പ് പൊട്ടിവീണിരുന്നു. അപകടങ്ങൾ ഒഴിവായതിന്റെ ആശ്വാസത്തിലാണെങ്കിലും മനോഹര ഓർമ്മകളും സമ്മാനിച്ച ആൽമരം ഇനിയില്ലെന്ന വിഷമത്തിൽ കൂടിയാണ് പ്രദേശവാസികൾ. കല്ല് പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളാണ്, ഇവരൊക്കെ ഒരു വലിയ കല്ല് ഇതുപോലെ ഞങ്ങൾ ഇവർ മരുന്ന് കൊടുത്ത് ഞങ്ങൾക്ക് ഇവർക്ക് അത്ര അറിയില്ല ഇതിനെ പറ്റിയിട്ട്. ഈ വലിയൊരു കല്ല് വന്നപ്പോൾ ഞങ്ങൾ ഈ ആലിൻ്റെ സൈഡിൽ ഇവിടെ ഇങ്ങനെയായിട്ടായിരുന്നു കല്ലുണ്ടായിരുന്നു. അതിന് ഇവർ വെടി വെച്ച് പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ ഈ ആലിലൂടെ വന്നപ്പോൾ വലിയൊരു കല്ല് വന്നിട്ട് ഇങ്ങോട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നതോടുകൂടി ആൽമരത്തിൻ്റെ ചില്ലേമ തട്ടിയിട്ട് ആ കല്ല് പുറത്തേക്ക് പോകും. അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്താ വെച്ചാൽ അത് ഇങ്ങനെ മനസ്സിൽ എപ്പോഴും ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇതും കൂടി കാണുമ്പോൾ ഇതാണ് നമ്മളെല്ലാവരും സംരക്ഷിച്ചിരുന്ന ഒരു ആൽമരാണിത്. എന്താ വെച്ചാൽ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ആൽമരത്തിൻ്റെ അവിടെയൊക്കെ നല്ല ഓക്സിജൻ കിട്ടും, അങ്ങനെയൊക്കെയല്ലേ പറയാറ്. അപ്പോൾ അതുപോലെ നല്ല ഒരു വായു, അതുപോലെ നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്നിരുന്നതാണ്. അപ്പോൾ എന്നേക്കുമായി ആ ഒരു ഓർമ്മ വരും തലമുറയ്ക്ക് ഇങ്ങനെ ഒരു ആൽമരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുമെന്നുള്ളത് അറിയില്ല. നബിദിനാഘോഷത്തിന് ആശംസകളുമായി മാവേലിയും. വല്ലപ്പുഴ ചെറുകോടാണ് നബിദിനാഘോഷവും ഓണാഘോഷവും മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതിയത്. സ്നേഹത്താൽ ചാലിച്ചു നൽകിയ പാനീയവും മധുരപലഹാരവും കുടുംബമക്കളിൽ എന്നും മധുരമുള്ള ഓർമ്മയായി മാറും. വിജ്ഞാനത്തിന്റെ കുരുന്നുകൾക്ക്, കൊച്ചുമക്കൾക്ക് തണലേകിയ സ്നേഹത്തിന്റെ മധുരം നൽകിയവരെ നാഥൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വല്ലപ്പുഴ ചെറുകോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ നടന്ന നബിദിനാഘോഷ റാലിയിലാണ്
മതമൈത്രിയുടെ സന്ദേശം വിളിച്ചോതിയത്. നബിദിനാഘോഷ റാലിക്ക് പായസ വിതരണവുമായി ചെറുകോട് കോമത്തൊടി ഉത്രാടക്കൂട്ടായ്മയാണ് രംഗത്തെത്തിയത്. ഓണാഘോഷവും നബിദിനാഘോഷവും ഒരുമിച്ചെത്തിയതിനാൽ ആഘോഷ പരിപാടികൾ മതമൈത്രിയുടെ സന്ദേശം കൂടി വിളിച്ചോതുന്നതായി. എടവാങ്കുന്ന് ജുമാ മസ്ജിദ് ഖത്തീബ് PK മുസ്തഫ ഫൈസി നബിദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നബിദിനാഘോഷ റാലിക്കെത്തിയവർക്കാണ് പായസ വിതരണവുമായി ചെറുകോട് കോമത്തൊടി ഉത്രാടക്കൂട്ടായ്മ രംഗത്തെത്തിയത്. സത്യപാലൻ, രഞ്ജിത്ത്, സന്തോഷ്, പ്രകാശൻ, സുജിത്ത്, രാജൻ, അനൂപ്, സത്യനാരായണൻ, ഹരികൃഷ്ണൻ, ദിലിൻ തുടങ്ങിയവർ പായസ വിതരണത്തിന് നേതൃത്വം നൽകി. കോമത്തൊടി ഉത്രാടക്കൂട്ടായ്മയുടെ ഓണാഘോഷവും വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത്. പ്രവാചക തിരുമേനിയുടെ 1501ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്. ചെറുകോട് ഹയാത്തുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സമുചിതമായിട്ടുള്ള നബിദിന ഘോഷയാത്രയാണ് ഈ വഴിത്താര ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഞങ്ങളുടെ ഈ പരിപാടിക്ക് ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മാവേലി ഇവിടെ ഉണ്ട്. എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദൈവം ഇവിടുത്തെ ഉത്രാടം കൂട്ടായ്മയുടെ പേരിലാണ് ഈ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഞങ്ങൾ നന്ദിയും കടപ്പാടും അറിയിക്കാണ്. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഓണം. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിളയൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സ്നേഹവിരുന്നൊരുക്കി ദമ്പതിമാരായ പഞ്ചായത്ത് അംഗങ്ങൾ. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹുസൈൻ കണ്ടേങ്കാവും ഭാര്യ സക്കീന ഹുസൈനുമാണ് സ്നേഹസംഗമം ഒരുക്കിയത്. ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരായ ഹുസൈൻ കണ്ടേങ്കാവും ഭാര്യ സക്കീന ഹുസൈനും ചേർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സ്നേഹസംഗമം ഒരുക്കിയത്. 1.5 പതിറ്റാണ്ട് കാലമായി ഇത്തരത്തിലുള്ള സ്നേഹസംഗമം മെമ്പർമാരുടെ നേതൃത്വത്തിൽ നടത്തി വരാറുണ്ട്. 2010 സക്കീന ഹുസൈൻ മെമ്പറായ കാലം മുതലാണ് തങ്ങളുടെ വീട്ടിൽ വെച്ച് ഇത്തരമൊരു സ്നേഹസംഗമം ആരംഭിച്ചത്. 2-3 വർഷം ഓണപ്പുടവ നൽകി സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരെ ചേർത്ത് നിർത്തി പിന്നീട് അത് പച്ചക്കറി കിറ്റായി നൽകുകയും സ്നേഹവിരുന്നായി രൂപാന്തരപ്പെടുകയുമായിരുന്നു. പഞ്ചായത്തിലെ 3-4 വാർഡുകളെയാണ് യഥാക്രമം ഹുസൈനും ഭാര്യ സക്കീന ഹുസൈനും പ്രതിനിധീകരിക്കുന്നത്. സ്നേഹസംഗമം വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ഒരു മുഹൂർത്തം സമ്മാനിക്കുന്ന വേളകളാണ്. പരസ്പര സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെ ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുന്ന ഒരു വേളയാണ് നമുക്ക് ഓണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പരമാവധി നമ്മൾ ഇത്തരം ബന്ധങ്ങൾക്കൊക്കെ ഏറ്റവും മൂല്യം കൊടുക്കുന്ന ആളുകൾ മലയാളികളാണെന്ന് നമ്മളൊക്കെ എപ്പോഴും പറയും. ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ അവസ്ഥകളും ഒക്കെ സ്വരൂപിക്കുന്നത് നമ്മുടെ ഈ ഓണക്കാലത്താണ്. അത്രയധികം എളുപ്പമുള്ള മലയാളി കുടുംബബന്ധങ്ങളിൽ, സ്നേഹബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിലൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ ഓണത്തിനോട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജനപ്രതികളായ ആളുകളൊക്കെ കുറച്ചുകൂടി നമ്മുടെ ആളുകളെ ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് പോകും. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഒരാളാണ് ഹുസൈൻ ഖാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു വേളയിൽ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റൂല ഒരു കാര്യം. അപ്പൊ അദ്ദേഹം ജനപ്രതി ആയിരിക്കുമ്പോൾ, അദ്ദേഹം എന്ന് പറയുന്നത് അത് രണ്ടുപേരും ജനപ്രതി ആയിരിക്കുമ്പോൾ പലപ്പോഴും ഇത്തരം വേളകളൊക്കെ സ്ഥിരമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. നമ്മളെല്ലാവരെയും വിളിച്ചു ചേർത്ത് ഈ സ്നേഹ സമ്മാനവും സ്നേഹ വിരുന്നും ഒക്കെയായിട്ട് ആ ഒരു ദിവസം നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാക്കി മാറ്റാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായ ഹുസൈൻ കണ്ടേങ്കാവ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബഷീറ സാബിർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മയിൽ വിളയൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ചൈതന്യ സുധീർ, MT അമീർ, മറ്റു മെമ്പർമാരായ TP റാഫി, SP റിയാസ്, ഹസീന മുസ്തഫ, ഷഹിന ഷഫീഖ്, നാസർ, ജലീൽ, പാലോളി അബ്ദുറഹ്മാൻ, ചെറ്റാലി മുഹമ്മദ് കുട്ടി തുടങ്ങി ജനപ്രതിനിധികളും വിവിധ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ചാലിശ്ശേരി പെരുമണ്ണൂർ ആറ്റൂർ നഗർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്കായി ഓണക്കോടി വിതരണം ചെയ്തു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൂട്ടായ്മ ഭാരവാഹിയായ കാസിം അധ്യക്ഷനായി. TC ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഖില, ജയകുമാരി, വേണു കുറുപ്പത്ത്, CK കൃഷ്ണൻ, VM ചന്ദ്രൻ, ഹരികുമാർ എന്നിവർ സംസാരിച്ചു. പ്രദേശവാസികളും കൂട്ടായ്മ അംഗങ്ങളും പങ്കെടുത്തു. ചാലിശ്ശേരി പെരുമണ്ണൂർ സെൻട്രൽ മഹല്ല് കമ്മിറ്റി ഹിദായത്ത് സിബിയാൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ മിലാദ് റാലി സംഘടിപ്പിച്ചു. മഹല്ല് പ്രസിഡന്റ് ഷാജി പതാക ഉയർത്തി തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന മൗലിദ് സദസ്സിന് മഹല്ല് ഖത്തീബ് ഉനൈസ് സഖാഫി കരുവമ്പലം നേതൃത്വം നൽകി. തുടർന്ന് നടന്ന മിലാദ് ഘോഷയാത്രയ്ക്ക് മഹല്ല് സെക്രട്ടറി റഷീദ് കരിമ്പനക്കൽ, മഹല്ല് ട്രഷറർ ഷബീർ എന്നിവർ നേതൃത്വം നൽകി.
ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.